നമ്മുടെ മുല്ലയില്ലേ, മുല്ല ചെറിയ കമ്പിളി നൂലുകൾ കൊണ്ടുള്ള ചെറിയ സഞ്ചികൾ തയ്ച്ച് ചന്തയിൽ കൊണ്ട് വിറ്റ് ജീവിച്ചിരുന്നു. അപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചു, വില തുച്ഛം ഗുണം മെച്ചം. ആൾക്കാർ ഇടിച്ചു കയറി ഒരുപാട് സാധനങ്ങൾ അന്നുകൊണ്ട് വിറ്റ് തീർത്തു മുല്ല. ഒരെണ്ണം പോലും മിച്ചമില്ലാതെ സന്തോഷവാനായ മുല്ല മടങ്ങി. അത് കഴിഞ്ഞ് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് അയാൾക്ക് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അടുത്ത പ്രാവശ്യം കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ വിറ്റ് പോകണമല്ലോ. അപ്പോൾ അയാൾ ഇതിനെ വെച്ചാൽ ക്വാളിറ്റി കുറച്ചു, എന്നിട്ട് കൂടുതൽ സാധനം ഉണ്ടാക്കി, എന്നിട്ട് അവിടെ കൊണ്ട് വെച്ചു. ബോർഡ് ഇങ്ങനെ വെച്ചു, ഗുണം തുച്ഛം വില മെച്ചം എന്ന് വെച്ചു. അപ്പോഴും ആൾക്കാർ ഇടിച്ചു കയറി ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി ഒരു ബാഗ് പോലും മിച്ചമില്ലാതെ വിറ്റ് തീർത്തു. ഇത് കണ്ട് വെളിയിൽ നിന്ന് ഒരാൾ ചോദിച്ചു, എന്താണ് മുല്ല ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. മുല്ല പറഞ്ഞു, ആദ്യത്തെ ബോർഡെന്ന് പറയണത് അറിയാലോ, ശരിക്കും വില തുച്ഛമായിരുന്നു, ഗുണം മെച്ചമായിരുന്നു. ഈ ബോർഡ് അവരുടെ തലയിലുണ്ട്. ഞാൻ അതേ ബോർഡ് തന്നെയാണ് വെച്ചത്, അതേ കളറും അടിച്ചു. പക്ഷെങ്കിൽ അക്ഷരങ്ങളിൽ വ്യത്യാസം ഉണ്ടാക്കി, അതവർ ശ്രദ്ധിക്കില്ല. കാരണം ആദ്യത്തെ അനുഭവം കറക്റ്റ് ആയിരുന്നത് കൊണ്ട് രണ്ടാമതും അതാണെന്ന് അവർ വിചാരിച്ചോളും. അങ്ങനെയാണ് രണ്ടാമത്തെ കച്ചവടം ഭംഗിയായിട്ട് നടന്നതെന്നുള്ളത്. നമ്മൾ പലരെയും വിശ്വസിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുക. ആദ്യത്തെ ബോർഡ് കൃത്യമായിരിക്കും, അവർ ബോർഡ് മാറ്റിയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ പഴയ ബോർഡാണെന്ന് കണ്ട് അവരോട് ഇടപെടുക തന്നെ ചെയ്യും. അപ്പോഴായിരിക്കും നമ്മൾ അബദ്ധങ്ങളിലേക്കും വിശ്വാസ വഞ്ചനയിലേക്കും ഒക്കെ പോവുക. ഇതൊരു സത്യമല്ലേ? ഇന്നിതുപോലെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.